നമസ്കാരം. പ്രധാന വാർത്തകളുമായി പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകളിലേക്ക്. ആകാരിയാവും ഇവിടെ ജനസംഖ്യയുള്ള ഏറിയ ഈ ആന കയറി കഴിഞ്ഞാൽ കോതമംഗലത്ത് കിണറ്റിൽ വീണ ആനയെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു. വഴിവെട്ടാൻ അനുവദിക്കാതെ നാട്ടുകാർ. പ്രശ്ന പരിഹാരത്തിന് ഉറപ്പുവേണമെന്ന ആവശ്യം. പാലക്കാട് പരിക്കേറ്റ ആനയുടെ നില ഗുരുതരം. എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമപ്പെട്ടു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് സാക്ഷിമൊഴികൾ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് എറണാകുളം സെഷൻസ് കോടതിക്ക്. വസ്തുതാന്വേഷണ റിപ്പോർട്ട് രഹസ്യ റിപ്പോർട്ട് അല്ല എന്നും കോടതി. അതിജീവിതയുടെ മറ്റാവശ്യങ്ങളിൽ മെയ് 30 വാദം. ഗണപതി വട്ടത്തിൽ ഉറച്ച് കെ സുരേന്ദ്രൻ. ടിപ്പു സുൽത്താനെ പുകഴ്ത്തുന്നത് ഇന്ത്യ മുന്നണിയുടെ നിലപാടെന്ന് വിമർശനം. സുരേന്ദ്രന് കിട്ടേണ്ട വോട്ട് പോലും കിട്ടില്ലെന്ന് പി കെ ബഷീർ. സുരേന്ദ്രന് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാനാവില്ലെന്ന് എളമരം കരീം. കെട്ടിവെച്ച കാശ് പോകാതിരിക്കാനുള്ള സുരേന്ദ്രന്റെ അടവെന്ന് അനിൽകുമാർ. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 14 ദിവസം. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വയനാട്ടിലെത്തും. സജി മഞ്ഞക്കടമ്പിലിനെ പരിഹസിച്ച് മോൻ ജോസഫ്. അവിടെ ചവിട്ടിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ചേർന്നിട്ടാണ് സംരക്ഷിച്ചത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. ഈ പാർട്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ പോസ്റ്റാണ്. കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് കൊടുത്തു. അതിന്റെ പ്രാധാന്യം പോലും പുള്ളിക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ്. ക്രൈസ്തവ സഭകൾ ബിജെപിയോട് അടുക്കുന്നുവെന്ന പ്രചാരണം തെറ്റെന്ന് ഫ്രാൻസിസ് ജോർജ്. പാനൂർ സ്ഫോടനം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി കോൺഗ്രസ്. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് KPCC. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേതൃത്വം കത്ത് നൽകി. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി വൈകാതെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അകലെയല്ല എന്നും മോദി. കശ്മീരിന്റെ പ്രത്യേക പദവി തിരികെ നൽകാൻ കോൺഗ്രസിന് വെല്ലുവിളി. പ്രധാനമന്ത്രിയുടെ കശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുന്നു. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകൾ തുടങ്ങി. ചന്ത പ്രവർത്തിക്കുക 300 ഔട്ട്ലെറ്റുകളിൽ. 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കും. ചന്തകൾ ഈ മാസം 18 വരെ. കനത്ത ചൂടിൽ ആശ്വാസമായി വേനൽ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഴയെന്ന് മുന്നറിയിപ്പ്. 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യത. റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില. പവന് 800 കൂടി 53,760 12 ദിവസം കൊണ്ട് സ്വർണ്ണവിലയിൽ ഉണ്ടായത് 2,880 രൂപയുടെ വർധനവ്. രാമേശ്വരം കഫേ സ്ഫോടനത്തിൽ മുഖ്യപ്രതികൾ പിടിയിൽ. 2 പേരെ കസ്റ്റഡിയിലെടുത്തത് കൊൽക്കത്തയിൽ നിന്ന്. മുഖ്യ ആസൂത്രകൻ അബ്ദുൾ മദീൻ താഹ എന്ന് NIA. ID വെച്ചത് മുസാഫിർ ഹുസൈൻ എന്ന് വിശദീകരണം. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ 10 മണിക്കൂർ പിന്നിട്ടിട്ടും കരയ്ക്ക് ഇതുവരെ കയറ്റാനായിട്ടില്ല. നഷ്ടപരിഹാര തുക സംബന്ധിച്ച് സ്ഥലമുടമയുമായി ധാരണയിലെത്താത്തതിനാൽ മണ്ണുമാന്തി യന്ത്രം ഇതുവരെ സ്ഥലത്ത് എത്തിക്കാനായിട്ടില്ല. എന്നാൽ ആനയെ മയക്കുവെടി വെക്കണമെന്ന നിലപാടിലാണ് നാട്ടുകാർ. കഞ്ഞിവെച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ആകാരിയാവും ഇവിടെ ജനസംഖ്യയുള്ള ഏറിയ ഈ ആന കയറി കഴിഞ്ഞാൽ പഠിക്കാനും ആനയുടെ മയക്കോടി വെക്കണം. എന്തുകൊണ്ട് മയക്കോടി വെച്ചുകൂടാതെ? ഇത് ന്യായമായ ആവശ്യമില്ലേ? ഈ ആനകൾ ഏറ്റവും ചത്തുവും ഇവിടെ ആൾക്കാർ ചത്തിരിക്കും. ഞങ്ങളെ നാട്ടുകാരെ ഞങ്ങളെ മൊത്തം ഞങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ മൊത്തം ഇവിടെ വിഷയമല്ല. ഞങ്ങൾ 8 കൊല്ലായി അനുഭവിക്കും. 8 കൊല്ലായി
ചർച്ച വേണം. എന്തുകൊണ്ടാ ചർച്ച ചെയ്യാൻ? ഒരു കാര്യം അവർ അംഗീകരിച്ചിട്ടില്ല. ആനറിയാൻ വന്നവരെ ആനയെ തടയും. ഞങ്ങളെ കൊന്നാലും വേണ്ടില്ല. ആന ഞങ്ങൾ വിടുന്നില്ല. ആനയുടെ മയക്കി പിടിച്ചു കൊണ്ടെങ്കിൽ ഞങ്ങൾ തർക്കമില്ല. എല്ലാവരും വന്ന് അവരെന്താ പറയുന്നത്? അവരെന്താ പറയുന്നത് ഇവർക്ക് ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ആനനെ എവിടെ കയറ്റിക്കൊണ്ട് പൊക്കോളാം എന്നാണ് പറയുന്നത്. അത് ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. അവിടെ ഫണ്ടില്ലെന്നാണ് ഇവരുടെ കുടിവെള്ള സ്രോതസ്സാണ്. കാരണം ഇവിടെ ഈ പഞ്ചായത്തില് ഇവിടെ 7-8 ദിവസം ചില ദിവസങ്ങൾ 21 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ആ സമയത്തോട് നമ്മൾ കുടിവെള്ളമില്ല. ഈ കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിലാണ് ഇവരുടെ കുടിവെള്ള സ്രോതസ് കിട്ടിയത്. അതല്ലാതെ അവർക്ക് കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ഇവർ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കടമയാണ്. പക്ഷെ അത് അവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾക്ക് തോന്നുന്നില്ല കയറി പോകുന്നുള്ളത്. ഇവരൊന്നും ചെയ്യാതെ കയറി പോകില്ല. അത്രയും കുത്തി കയറി എനിക്ക് തോന്നില്ല സാർ. അത്രയും നിർത്താൻ തരാണ് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. ഇന്നൊരു പരിഹാരം ഉണ്ടാക്കില്ല. ഇവരിപ്പോ ആ പാവത്തിൽ കിണറളഞ്ഞിട്ടുണ്ടല്ലോ. ഒരു നഷ്ടപരിഹാരം ഇവർ കൊടുക്കില്ല. ഇത് ഒന്നും ഉറപ്പ് പറയുന്നില്ല. അവർക്കും ഒരുപാട് റബ്ബറുകൾ ഓടിച്ചിട്ടുണ്ട്. ആ ഒരു കുടി കയറിയിട്ട് നിങ്ങൾ ഇവിടുന്ന് ഈ 2 അന്യന്റെ പറമ്പിലും ആ റബ്ബർ മൊത്തം ഒടിച്ചു കഴിഞ്ഞു. അവരൊന്നും അതിന് നഷ്ടപരിഹാരമായിട്ടൊന്നും അത് പറയാനുള്ളതൊന്നും ചെയ്യുന്നില്ല. കിണറിന്റെ ഭിത്തി ഇടിച്ച് സ്വയം പുറത്തെത്താനാണ് ആനയുടെ ശ്രമം. ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങൾ കൂടി സഹകരിച്ചേ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ പിന്തുണയും സഹായവും ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം. എന്നാൽ ജനങ്ങൾക്ക് ആശങ്കയുള്ളത് കൊണ്ടും പ്രയാസങ്ങളുള്ളത് കൊണ്ടും ചിലപ്പോൾ അത് പ്രതിഷേധമായി മാറുന്നുണ്ട്. പക്ഷേ നമുക്കത് ശാന്തമായ അന്തരീക്ഷത്തിൽ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തുക. വിവരങ്ങളുമായി കോതമംഗലത്ത് നിന്ന് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, മണിക്കൂർ 10 കഴിയുമ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധം ഒരു വശത്ത്, ആനയെ പുറത്തു കടത്താനാവാത്തതുകൊണ്ട് ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള സംശയം മറൊരു വശത്ത്. ഇതേത് തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്? എന്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആഭരണ പ്രതിഷേധം വളരെ വലിയ രീതിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ആന ഇപ്പോൾ പറഞ്ഞതുപോലെ 10 മണിക്കൂറോളമായി ആന ഈ കിണറ്റിൽ വീണിട്ട് ആനയെ കരകയറ്റണം. അക്രമാസക്തനായ ഒരു നിലയിലാണ് ആന ഇപ്പോൾ നിലകൊള്ളുന്നത്. കാരണം ശരീരം മുഴുവൻ മുറിവുകളുണ്ട്. ആനയെ സംബന്ധിച്ചിട്ട് ആന അതിന്റേതായ വഴിയിലൂടെ കയറിപ്പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് വിജയകരമാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവിടെ ചെങ്കല്ലാണ്. അതിന്റെ ഒരു വശത്തു കൂടി കുറച്ച് മണ്ണിട്ട് കെട്ടിയ ഒരു വഴിയുണ്ട്. ആ ഭാഗമാണ് ആന കുത്തി ഇടിക്കുന്നത്. അവിടെ കുറച്ച് കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ കല്ലുകളൊക്കെ ഇതിന്റെ ശരീരത്തേക്ക് വീണ് കൂടുതൽ മുറിവുകൾ കൂടുതൽ ആഴത്തിലാകുന്ന അല്ലെങ്കിൽ കൂടുതൽ പരുക്കുകൾ ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആന എന്തായാലും പരിശീലനമായിട്ടുണ്ട്. ഇന്നലെ 10 മണിക്കൂർ കൊണ്ട് ആ വെള്ളത്തിൽ നിൽക്കുന്നതിന്റെ സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ. എന്നിരുന്നാൽ പോലും ആന എങ്ങനെ കരയ്ക്ക് കൊണ്ടുവരും എന്നൊരു ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ്. കാരണം മയക്കുവെടി വെക്കാതെ ആനയെ കയറ്റിവിടുന്നതിൽ അത് പോകുന്നത്. കാരണം 3 കിലോമീറ്റർ ദൂരത്താണ് ഈ കോട്ടപ്പുറം വനമേഖലയുള്ളത്. ഈ വനമേഖലയിലേക്ക് എത്തണമെങ്കിൽ ആന ഈ ജനവാസ മേഖലയിലൂടെ തന്നെ സഞ്ചരിച്ച് വേണം ഇവിടെ വനത്തിനുള്ളിലേക്ക് കടക്കാൻ. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അടുത്ത നടപടി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കാരണം ഈ സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവരാൻ JCB കൊണ്ടുവരാൻ, യന്ത്രങ്ങൾ കൊണ്ടുവരാൻ സ്ഥലമുടമ സമ്മതിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം ഏക്കർ കണക്കിന് അദ്ദേഹത്തിന് കൃഷിയുണ്ട്. അത്രയും സ്ഥലം കടന്നു വേണം ഇവിടേക്ക് JCB എത്താൻ. അതിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ ചോദിക്കുന്നു. പക്ഷേ SPയും DFOയും അടങ്ങുന്ന സംഘം അദ്ദേഹവുമായി ചർച്ച നടത്തി നഷ്ടപരിഹാരം വേണമെന്ന നിലപാടിൽ തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഫണ്ടില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ എന്നൊരു കാരണം കാട്ടി അതിൽ തീരുമാനമാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാത്രമല്ല മയക്കുവെടി വെക്കണമെങ്കിൽ തന്നെയും മറ്റ് സംവിധാനങ്ങൾ വേണം.
ആനയെ ഇവിടുന്ന് ഉയർത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുങ്കിയാനയെ കൊണ്ടുവരണം. അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങളും സന്നാഹങ്ങളും വേണം ഈ ഒരു ടാസ്ക് എത്തിപ്പെടണമെങ്കിൽ, അത് പൂർത്തീകരിക്കണമെങ്കിൽ തന്നെ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എങ്കിലും ആളുകൾ ഇത്ര പ്രകോപിതരായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരെയെങ്ങാനും തനിയെ കയറിപ്പോയാൽ ഉദ്യോഗസ്ഥരെ ഇവിടുന്ന് വെറുതെ വിടില്ല എന്നുള്ള ഭീഷണി മുഴക്കി ആളുകൾ അങ്ങേയറ്റം പ്രകോപിതരായി അക്രമാസക്തരായി നിലകൊള്ളുന്ന ഒരു സാഹചര്യം അല്പം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എല്ലാവരെയും ആ കിണറിന്റെ അടുത്തേക്ക് വിടാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ പോലീസും ശ്രമിക്കുന്നുണ്ട്. അതേസമയം വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ശക്തമായ വിമർശനവുമായാണ് ഇവിടുത്തെ ആളുകൾ എത്തിയിരിക്കുന്നത്. ഇത് 8-10 വർഷമായി ഇവിടം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ കാട്ടാന പ്രശ്നം, വന്യജീവി പ്രശ്നം. ഇതിനൊന്നും പരിഹാരം കാണാൻ ഇതുവരെ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. കൃഷി നശിച്ചാൽ തന്നെ അതിന് വേണ്ട വിധത്തിൽ നഷ്ടപരിഹാരം നൽകാനോ അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ പരിഗണിക്കാനോ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. ഇത് ഇവിടുത്തെ ആളുകൾ ആന വീണപ്പോൾ ഇവിടെ ഓടിയെത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതേസമയം ഞങ്ങൾക്ക് ആക്രമണം ഉണ്ടായാൽ അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യമില്ല. ഇതൊക്കെ ആളുകൾ ചോദിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഒരു പക്ഷേ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം കൂടി ഇവിടെയുണ്ട്. ഒരു പക്ഷേ അത് മാത്രമായിരിക്കും ഇപ്പോൾ നിലവിൽ ആപ്ലിക്കബിൾ ആകുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക, 144 പ്രഖ്യാപിക്കുക എന്നൊരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് വേണം മനസ്സിലാക്കാൻ. അതായത് ജനങ്ങൾ സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് വനം മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം. പക്ഷെ ആ തരത്തിലേക്ക് കാര്യങ്ങൾ ഒരു കണക്കിലും പോകുകയില്ല. മയക്കുവെടി വെക്കാതെ മറ്റൊരു വഴിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പരിഹാര മാർഗം അംഗീകരിക്കാനാവില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ജനങ്ങൾ എന്ന് തന്നെയാണോ പറയുന്നത്? അതായത് നിരോധനാജ്ഞ അല്ലാതെ ഇതിനൊരു ഒരു തരത്തിലുള്ള ഒരു സമവായ ചർച്ചയും ഫലപ്രദമാകുന്നില്ല എന്ന് കൂടിയാണോ? നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടില്ല പറഞ്ഞ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് എന്നാണ് പോലീസിന്റെ നിരീക്ഷണം. അങ്ങനെ ഒരു സാഹചര്യമാണ് അവർ നമ്മളോട് ചർച്ച ചെയ്ത്. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഒരു വലിയ പ്രശ്നമാണ്. ആന കയറി പോകുന്ന വഴിയിലൊക്കെ ജനവാസ മേഖലകൾ ഉണ്ടാകും, കൃഷി നശിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ എതിരെ വരുന്ന ആളുകൾക്ക് അപകടമുണ്ടായേക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ ആളുകളെ മുഴുവൻ ഇവിടെ പ്രകോപിതരായി നിൽക്കുന്ന ആളുകളെ എന്നുള്ളതല്ല, ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വരേണ്ടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ നിരോധനാജ്ഞ എന്നൊരു ഇതിലേക്ക് പോലീസ് അങ്ങനെ സൂചന അങ്ങനെ സാധ്യതയാണ് പോലീസ് നമ്മളോട് അങ്ങനെ ചർച്ച ചെയ്തത്. എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നൊരു ആശങ്ക കൂടി ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലുണ്ട്. പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുണ്ട് ആനയെ കയറ്റിവിടുന്നതിൽ. അല്ലെങ്കിൽ മയക്കുവെടി വേണമെന്ന് ആളുകൾ പറയുന്ന ആളുകളുടെ ആവശ്യത്തിന് വഴങ്ങാൻ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറയുന്ന JCB ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ കൊക്കോയും കാപ്പിയും റബ്ബറും ഒക്കെ നിൽക്കുന്ന വഴിത്താരകളാണ്, അല്ലെങ്കിൽ കൃഷിയിടങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ നശിപ്പിച്ചിട്ട് വേണം JCB കൊണ്ടുവരാൻ. അതല്ലെങ്കിൽ കുങ്കിയാനകളെ കൊണ്ടുവരാനായാലും ആനയെ മയക്കുവെടി വെച്ചിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഈ സന്നാഹങ്ങളൊക്കെ ഇവിടെ എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനെങ്ങനെ പരിഹാരം കാണാം എന്നൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. ആനയുടെ ആരോഗ്യനില നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള ഒരു പരിഹാരം കൊണ്ടുവരണമെങ്കിലും അതിന് ഇനിയും മണിക്കൂറുകൾ എടുക്കേണ്ട ഒരു സാഹചര്യം, പ്രതിഷേധം തീരാത്ത ഒരു സാഹചര്യം, ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മുറിപ്പാടുകളുണ്ട് എന്നുള്ള നിരീക്ഷണങ്ങൾ. ഈ 10 മണിക്കൂറോളം കഴിയുമ്പോൾ ഇനി എത്ര നേരത്തേക്ക് കൂടി ഈ തരത്തിൽ തുടരാനാകും എന്നുള്ള മറ്റൊരു ചോദ്യം. അതിനൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉത്തരം ഉണ്ടാകുന്നുണ്ടോ? എത്ര നേരം എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും അതായത് ഈ പറയുന്ന ടാസ്ക് തുടങ്ങിയിട്ടില്ല, ശരിക്കും ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അതിനുള്ള ഒരു നടപടിയുമായിട്ടില്ല. എങ്ങനെയാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ തീരുമാനം പോലും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് സാഹചര്യത്തിൽ തുടങ്ങും, എത്ര സമയമെടുക്കും, എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര ദൂരത്താണ്. അത് കൃത്യമായി വനം വകുപ്പിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ
അതിന് പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. അത് നാട്ടുകാർ പ്രകോപിതരായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 144ന്റെ ഒരു സാധ്യതയെ പറ്റി ഇപ്പോൾ വരുന്ന വാർത്ത നിരോധനാജ്ഞ, സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സൂചനകൾ പോലീസ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് കൂടിയാണ് ആജ്ഞ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നിരോധനാജ്ഞ സ്ഥലത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റ് സമവായ ചർച്ചകൾ അവസാനിച്ചു, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൊണ്ടുകൂടിയാണ് നിരോധനാജ്ഞയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ വരികയാണ്. സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ വാക്കുകളൊക്കെയാണ് ജനങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ ഇതൊരു സമവായത്തിലേക്ക് കടക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ജനക്കൂട്ടം നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അത് ഏത് തരത്തിലായിരിക്കും ഉൾക്കൊള്ളുക? MLA ആന്റണി ജോൺ ഇപ്പോൾ നമ്മളൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കോതമംഗലത്ത് പരിഹാരം വൈകുന്നു, സമവായം വൈകുന്നു, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇതിന് 10 മണിക്കൂറോളമായി തുടരുന്നതാണ്. അപ്പോഴും ആനയെ പുറത്തെത്തിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായ ഒരു വശത്ത് തുടരുന്ന സാഹചര്യമുണ്ട്. മയക്കുവെടി വെക്കാതെ ആനയെ പുറത്തേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളൊരു നിലപാടിൽ ജനം നിൽക്കുന്ന ഒരു സാഹചര്യം. ജനങ്ങളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വനം വകുപ്പ്, വനം മന്ത്രി ആ തരത്തിൽ മറുവശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരമാർഗം കണ്ടെത്താൻ കഴിയാതെ 10 മണിക്കൂറോളമായി കിണറ്റിൽ തന്നെ കഴിയുന്ന കാട്ടാനയ്ക്ക് പരിക്കേറ്റതായിട്ടുള്ളതും മുറിപ്പാടുകളുള്ളതും ആയിട്ടുള്ളൊരു സാഹചര്യം. അങ്ങനെ സാഹചര്യം മോശമായി തുടരുന്ന ഒരു സ്ഥിതി. മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് സമവായ ചർച്ചകൾ പരാജയപ്പെട്ടിടത്ത് സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി ആജ്ഞ കൂടുതൽ പ്രതികരണങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ അവിടെ? അങ്ങനെ ഏത് തരത്തിലായിരിക്കും ജനങ്ങളുടെ പ്രതികരണം എന്നുകൂടി ഉറ്റുനോക്കുകയാണ് അങ്ങനെ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അപർണ, ഇപ്പോൾ MLA-മാരും മറ്റുദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. ആന്റണി ജോൺ MLA, മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ, DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ ആൾക്കൂട്ടം പ്രകോപിതരാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എല്ലാവരും അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ആന്റണി ജോൺ MLA സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. MLA-മാരടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. ആജ്ഞയിലേക്ക് വളരെ പെട്ടെന്ന് വരാം. പ്രതികരണങ്ങളിലേക്ക് വരുമ്പോൾ അത് ഏത് തരത്തിൽ നിരോധനാജ്ഞയോട് ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 1, 2, 3, 4 വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിനകത്ത് നേരത്തെ വളരെ അതിവൈകാരികമായിട്ട് തന്നെ ജനങ്ങൾ പ്രതികരിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് കൊണ്ട് അനുഭവിക്കുന്നത്. കുടിവെള്ളമില്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനകത്തൊന്നും പ്രതികരിക്കുകയോ ഇടപെടുകയോ ചെയ്യാത്ത, ചെവി കേൾക്കുകയോ ചെയ്യാത്ത വനം വകുപ്പ് കാട്ടാന കിണറ്റിൽ വീണപ്പോൾ ഓടിയെത്തി ജനങ്ങളോട് അവഗണനയാണ് എന്ന തരത്തിലുള്ള വലിയ പരാതികളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ തന്നെ ഈ ആനയെ പുറത്തെത്തിക്കാനുള്ള ഒരു മാർഗത്തിലേക്കും കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 10 മണിക്കൂറോളമായി ആനയ്ക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുക. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളുടെ സഹകരണമില്ലാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ. മയക്കുവെടി വെക്കണമെങ്കിൽ അതിനെടുക്കേണ്ടി വരുന്ന സമയവും സാങ്കേതിക സമയ ദൈർഘ്യവും എല്ലാം വിഷയമാകുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും പോയിരിക്കുന്നത്.
ഏതായാലും കൂടുതൽ പ്രതികരണങ്ങളുമായി ആജ്ഞ നമുക്കൊപ്പം ചേരും അല്പസമയത്തിനകം. കോതമംഗലം കോട്ടപ്പടിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. MLA അടക്കം സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. മറ്റ് വാർത്തകളിലേക്ക് പോയ ശേഷം തിരികെ എത്താം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് സാക്ഷിമൊഴികൾ നൽകണമെന്ന് ഹൈക്കോടതി. എറണാകുളം സെഷൻസ് കോടതിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതിജീവിതയുടെ ആവശ്യം നിലനിൽക്കും. ആവശ്യം നിരസിക്കാൻ കാരണങ്ങളില്ലെന്നും ജസ്റ്റിസ് K. ബാബു വിശദമാക്കി. അതിജീവിതയുടെ മറ്റാവശ്യങ്ങളിൽ മെയ് 30-ന് വാദം നടക്കും. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങളെല്ലാം ഏത് തരത്തിലാണ് അതിജീവിതയ്ക്ക് അനുകൂലമായി വന്നിരിക്കുന്നത്? നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച സംഭവത്തിൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിജീവിതയുടെ ഹർജി നിലനിൽക്കുമോ എന്നതിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും. കേസ് 30-നായിരിക്കും വീണ്ടും പരിഗണിക്കുക. കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമല്ല നടക്കുന്നതെങ്കിൽ ഹൈക്കോടതിക്ക് സ്വമേധയാ കേസെടുക്കാമെന്ന് അതിജീവിത വാദിച്ചു. എതിർപ്പുമായി ദിലീപിന്റെ അഭിഭാഷകനും രംഗത്തെത്തി. ജുഡീഷ്യറിയെ താറടിച്ചു കാണിക്കാനുള്ള നീക്കമാണ് അതിജീവിതയുടേത്. റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തായി. റിപ്പോർട്ട് നൽകിയത് അതിജീവിതയ്ക്ക് മാത്രമാണ്. പക്ഷേ വിവരങ്ങൾ മാധ്യമങ്ങളിൽ വന്നു. ജില്ലാ കോടതി ജഡ്ജി ശേഖരിച്ച സർട്ടിഫൈഡ് കോപ്പി വേണമെന്ന അതിജീവിതയുടെ ആവശ്യം കോടതി അംഗീകരിച്ചു. വസ്തുതാന്വേഷണ റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്നും തെളിവ് കസ്റ്റഡിയിലെടുത്ത ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ മൊഴി അതേപടി വിശ്വസിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയെന്നതുമാണ് അതിജീവിതയുടെ ആരോപണം. പരാതിക്കാരനായ തന്നെ മാറ്റി നിർത്തി അതീവ രഹസ്യമായി നടത്തിയ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി. IG റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥരോട് കേസ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. 3 കോടതിയിലും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നാണ് കണ്ടെത്തൽ. ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരാകണമെന്ന് തിരുവനന്തപുരം CJM കോടതി. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് കോടതി നിർദ്ദേശം. കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രം CBI പരിശോധിച്ചില്ലെന്ന് ഹർജിക്കാരൻ കോടതിയിൽ അറിയിച്ചു. വസ്ത്രം കണ്ടെടുത്തിട്ടില്ലെന്ന് CBI അഭിഭാഷകൻ വിശദമാക്കി. ഇതിലടക്കം വിശദീകരണം നൽകാനാണ് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, ഏത് തരത്തിൽ അന്വേഷണത്തിനകത്ത് വീഴ്ചയുണ്ടായി എന്നുള്ളൊരു നിരീക്ഷണം പരോക്ഷമായിട്ടെങ്കിലും കോടതി നടത്തിയിരിക്കുന്നു? അപർണ, നേരത്തെ ഈ അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ CBI സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. CBIയുടെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായത് താൽക്കാലികമായ റിപ്പോർട്ടാണ്. എപ്പോഴെങ്കിലും കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ, മറ്റെന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അന്വേഷണം പുനരാരംഭിക്കും എന്ന നിലയ്ക്കാണ്. അന്തിമമായി കേസ് അവസാനിപ്പിച്ചിട്ടില്ല എന്നൊരു നിലപാടാണ് CBI സ്വീകരിച്ചത്. എന്നാൽ ജസ്നയുടെ അച്ഛൻ ഈ റിപ്പോർട്ടിനെതിരെ രംഗത്ത് വരികയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വീട്ടിൽ രക്തം പുരണ്ട വസ്ത്രമുണ്ടായിരുന്നു, അതടക്കമുള്ള കാര്യങ്ങൾ CBI പരിശോധിച്ചിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു വസ്ത്രമില്ല എന്ന നിലപാട് CBI കൈക്കൊണ്ടു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് തിരുവനന്തപുരം CJM കോടതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജസ്ന ഗർഭിണിയായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചില സംശയങ്ങൾ, ഈ ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം, അതിലൊന്നും തന്നെ കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന പരാതി ഉയർന്നിരുന്നു. ഏതായിരുന്നാലും ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ജസ്നയുടെ പിതാവ് ഈ കാര്യം ഉന്നയിച്ചതാണ്. കൃത്യമായ പരിശോധനയോ അന്വേഷണമോ CBIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന കാര്യം. അതേസമയം CBI ഈ നൽകിയ റിപ്പോർട്ടിൽ നേരത്തെ സൂചിപ്പിച്ചത് ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി വിവിധ അന്വേഷണം നടത്തി ലോക്കൽ പോലീസിനെ കുറ്റപ്പെടുത്തുന്ന പരാമർശവും CBIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചെങ്കിലും ആദ്യ മണിക്കൂറുകളിൽ കൃത്യമായ ഇടപെടൽ ലോക്കൽ പോലീസിൻ്റെ ഭാഗമായി ഉണ്ടായില്ല. ഏതൊരു കേസിലും ഈ ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കുന്ന ചില തെളിവുകളും തുമ്പുകളുമുണ്ട്. അതെല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം. ഇത് ഈ കേസിനെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്ന കാര്യം CBI ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, പിന്നീട് ക്രൈംബ്രാഞ്ചും പ്രത്യേക അന്വേഷണ സംഘവും ഈ കേസ് അന്വേഷിച്ചതാണ്. ഭൂമി കുഴിച്ച് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അപ്പോഴൊന്നും എവിടെയാണ് ജസ്ന എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ആദ്യത്തെ ചില CCTV ദൃശ്യങ്ങൾ മാത്രമായിരുന്നു. വീട്ടിൽ നിന്ന് ബന്ധുവീട്ടിലേക്ക് പോയതാണ്. എരുമേലി മുക്കൂട്ടുതറയിൽ നിന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ ലഭിച്ചത് ഒഴികെ ജസ്ന എവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ സഞ്ചരിച്ചോ തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും
ഗോവയും കർണാടകയും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജസ്നയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി ചില മത പഠന കേന്ദ്രങ്ങൾ ആ നിലയ്ക്കുള്ള പരിശോധനകൾ നടത്തി മതം മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധനകൾ നടന്നു. വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയോ അതിനൊന്നും തന്നെ വ്യക്തമായ ഒരു തെളിവും ലഭിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള CBIയുടെ റിപ്പോർട്ടുണ്ടായത്. ഏതായിരുന്നാലും CBI ഇനി നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരുപക്ഷെ ലോക്കൽ പോലീസിനെ കുറ്റപ്പെടുത്തിയുള്ള നിലപാടായിരിക്കും CBI ഉദ്യോഗസ്ഥൻ സ്വീകരിക്കാനുള്ള സാധ്യതയും. അപർണ. VV വിനോദ് വിവരങ്ങൾ നൽകിയത്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് KPCC നേതൃത്വം കത്ത് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അക്രമവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമാണ് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ശ്രമമെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇത് അന്വേഷിക്കാൻ, ഇത് ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ഒരു ഭീകര പ്രവർത്തനമാണ്. CBIയെ ചുമതലപ്പെടുത്തി NIA പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത കത്താണ് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാനും അക്രമവൽക്കരിക്കാനുമുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പാനൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട പ്രചാരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി KPCCയുടെ നേതൃത്വത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. പാനൂർ ബോംബ് സ്ഫോടന കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് KPCC പരാതി നൽകിയിരിക്കുന്നത്. MM ഹസൻ KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് NIA പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയെ കൊണ്ട് തന്നെ ഈ ബോംബ് നിർമ്മാണം അന്വേഷിപ്പിക്കണം. വടകരയിൽ UDFന്റെ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമായ ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ വിളറി പൂണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, യുവജന സംഘടനകളുടെ ഭാരവാഹികളായിട്ടുള്ളവർ അടക്കം ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് എന്നാണ്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, പലയിടങ്ങളിൽ സമാനമായ തരത്തിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ വിഷയദാരിദ്ര്യം മൂലം അക്രമം അഴിച്ചുവിടുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായ നടപടികളുടെ ഭാഗമായി കേന്ദ്ര ഏജൻസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് KPCC ആക്ടിംഗ് പ്രസിഡന്റ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണത്തിൽ 1-ാം പ്രതി രൂപേഷിന് 10 വർഷം തടവ്. കൊച്ചി NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 7-ാം പ്രതി അനൂർ മാത്യുവിന് 8 വർഷമാണ് തടവ്. 4-ാം പ്രതി കന്യാകുമാരിക്കും 8-ാം പ്രതി ബാബു ഇബ്രാഹിം ബാബുവിനും 6 വർഷം വീതവും ശിക്ഷ വിധിച്ചു. വെള്ളമുണ്ട മാവോയിസ്റ്റ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് NIA പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 4 പ്രതികളാണ് കേസിലുള്ളത്. 1-ാം പ്രതിയായ രൂപേഷ് രാമചന്ദ്രന് വിവിധ വകുപ്പുകളിലായി 56 വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പരമാവധി ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നാണ്. അതിൽ UAPA വകുപ്പ് പ്രകാരം ചുമത്തിയിരിക്കുന്ന 10 വർഷത്തെ കഠിന തടവാണ് അനുഭവിക്കേണ്ടത്. 1.25 ലക്ഷത്തോളം രൂപ പിഴ അടക്കേണ്ടിയും വരും. അതോടൊപ്പം തന്നെ 4-ാം പ്രതിയായ കന്യാകുമാരിക്ക് 90,000 രൂപ പിഴയും അതോടൊപ്പം തന്നെ 6 വർഷത്തെ തടവുമാണ് വിധിച്ചിരിക്കുന്നത്. 8-ാം പ്രതിയായ ബാബു ഇബ്രാഹിമിനും 6 വർഷത്തെ തടവാണ് വിധിച്ചിരിക്കുന്നത്. 7-ാം പ്രതി അനൂപ് മാത്യുവിന് 8 വർഷത്തെ തടവ് NIA പ്രത്യേക കോടതി വിധിച്ചിട്ടുണ്ട്. ഇതിൽ പലർക്കും പല വകുപ്പുകളിലായിട്ട് നിരവധി വർഷങ്ങളാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളെങ്കിലും ഇവർക്ക് ഏതെങ്കിലും ഒരു വകുപ്പിൽ വിധിച്ചിട്ടുള്ള പരമാവധി കാലയളവ് ശിക്ഷയാണ് കണക്കാക്കുന്നത്. ഇത് പ്രകാരമാണ് ഇവരുടെ ശിക്ഷാ കാലയളവ് കണക്കാക്കുന്നത്. എന്തായാലും ഇതിൽ 2014 ഈ ആസ്പദമായ സംഭവം നടക്കുന്നത്. ഇതിനുശേഷം കേസിൽ പല കാലയളവിലായിട്ട് ഇവർ പിടിക്കപ്പെട്ട ജയിലിലാണ്. അപ്പോൾ ജയിലിൽ കിടന്നിരുന്ന ആ കാലയളവ് കൂടി ശിക്ഷാ കാലയളവായിട്ട് കണക്കാക്കപ്പെടും. ഇനിയും ഈ കേസിൽ വേറെയും പ്രതികളുണ്ട്, ശിക്ഷ പിടിക്കപ്പെടാനുള്ള പ്രതികളുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ NIA കോടതിയിൽ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി സിവിൽ പോലീസ് ഓഫീസിൽ കയറി വീട്ടിൽ കയറി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അതോടൊപ്പം തന്നെ നിരോധിക്കപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഭീഷണിപ്പെടുത്തുക, അപായപ്പെടുത്താൻ ശ്രമിക്കുക, വാഹനങ്ങൾ തകർക്കുക തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെയുള്ള കേസ് എടുത്തിരുന്നത്. ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇതിന് വിചാരണ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഇന്നാണ് NIA കോടതി ഇതിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്.
ഗണപതി വട്ടമെന്ന സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന വിവാദത്തിലൂടെ ടിപ്പു സുൽത്താൻ വിരുദ്ധ വികാരം ചർച്ചയാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത്. കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ച വ്യക്തിയാണ് ടിപ്പുവെന്നും അധിനിവേശ ശക്തിക്കെതിരായ വികാരം പ്രതിഫലിപ്പിക്കുക എന്ന ലക്ഷ്യവുമാണ് ബിജെപി പയറ്റുന്നത്. ദേശീയതലത്തിൽ ബിജെപി ഏറ്റെടുത്തിരിക്കുന്ന അജണ്ടകളുടെ തുടർച്ചയായാണ് വയനാട്ടിലെ ഗണപതി വട്ടം വിവാദവും. ബിജെപിക്ക് കാര്യമായ വേരോട്ടമില്ലാത്ത വയനാട്ടിൽ പേരുമാറ്റ വിവാദം ചർച്ചയാക്കി ദേശീയ ശ്രദ്ധ നേടുക കൂടിയാണ് ബിജെപി നീക്കം. അതേസമയം കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെ രാഷ്ട്രീയമായി നേരിടുകയാണ് ഇടത് വലത് മുന്നണികൾ. ഞാനതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ മത്സരിക്കുന്നത് ജയിക്കാനല്ല എന്ന് സുരേന്ദ്രനും അറിയാം. ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സുരേന്ദ്രൻ ഒരുപാട് പുറകിലാണ് എന്നുള്ളതും കെട്ടിവെച്ച കാശ് കിട്ടാൻ വേണ്ടിയുള്ള മത്സരമാണ് സുരേന്ദ്രൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വോട്ട് കൂടുതൽ കിട്ടുമോ എന്ന് നോക്കാനുള്ള ശ്രമമാണ് സുരേന്ദ്രൻ നടത്തുന്നത്. സുരേന്ദ്രൻ അറിയുന്നതല്ല കേരളത്തിലെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത്. നമ്മുടെ ഇതുപോലെ തന്നെ കമ്മ്യൂണലായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു സൗഹൃദവും ബന്ധമൊക്കെ ജനങ്ങൾ തമ്മിലുള്ളത് അദ്ദേഹത്തിന് അറിവുള്ളതാണല്ലോ. അത് ഏത് തരത്തിലുള്ള പ്രസ്താവന നടത്തിക്കഴിഞ്ഞാലും വിഭാഗീയത ഉണ്ടാക്കാൻ എത്ര ശ്രമിച്ചാലും കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ, വയനാടിന്റെ സാഹചര്യത്തിൽ അതൊക്കെ ജനങ്ങൾ തള്ളിക്കളയും. അദ്ദേഹം ആ രീതിയിൽ സംസാരിക്കുകയോ ആ രീതിയിൽ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അതോട് ആ ഒരൊറ്റ പറച്ചിലുകൊണ്ട് കിട്ടണ വോട്ടും കൂടി സുരേന്ദ്രന് കിട്ടൂല. എവിടുന്നാ ഇവരൊക്കെ പറയണേ ജാതി മതി. ഇവിടെ കാണുമ്പോൾ ഇവിടെ വേറൊരു അജണ്ട, വടക്കേന്ത്യയിൽ വേറൊരു അജണ്ട. എന്താ പേരിലാണ് അതൊക്കെ നിൽക്കുന്നത്? ആർക്കാണൊക്കെ ഇവരൊക്കെ എങ്ങനെയൊക്കെ രാഷ്ട്രീയം, ഇവരൊക്കെ എങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തെത്തിയിട്ട് എങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുക? ഇവിടെ കാണുമ്പോൾ ഒന്ന്, ഗൾഫിൽ പോകുമ്പോൾ വേറൊന്ന്, ഇവർക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? ഈ ഇന്ത്യ രാജ്യത്ത് പല പേരുകൾ അവർ മാറ്റുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നു, നഗരങ്ങളുടെ പേര് മാറ്റുന്നു. വടക്കേ ഇന്ത്യയിൽ അത് RSS അജണ്ടയാണ്. കേരളത്തിൽ അതൊന്നും നടക്കുന്നതല്ല. വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പ്രചരണം നടത്തുന്നതല്ലാതെ അവരാഗ്രഹിക്കുന്ന വിധത്തിൽ ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അല്ല, അത്തരം പേരുമാറ്റങ്ങൾ നടക്കില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും അതൊന്നും BJP തീരുമാനിക്കേണ്ടതല്ല. കേരളത്തിൽ സ്ഥലനാമം വല്ലതും മാറ്റം വരുത്തണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. ഇതൊന്നും BJPയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് പറയേണ്ടതല്ല. അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ഇത് BJP ഗവൺമെന്റ് അല്ലല്ലോ. വിവരങ്ങളുമായി CV അനുമോദ് ചേർന്നു. അനുമോദ്, ദേശീയ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം ചർച്ചയാക്കി ഉന്നയിക്കാൻ കഴിയുക, ആ തരത്തിൽ ശ്രദ്ധ നേടുക, BJPയുടെ അജണ്ട ഏതാണ്ട് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. 2 ദിവസമായി ഗണപതി വട്ടം തന്നെ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റ് മുന്നണികളുടെ പ്രതികരണങ്ങൾ വരുമ്പോഴും പ്രചാരണ വിഷയം ഇതായി മാറുന്ന ഒരു സാഹചര്യം വയനാട്ടിലുണ്ടോ? വൈകി തുടങ്ങിയ പ്രചരണമാണ് സുരേന്ദ്രന്റെ. നമുക്കറിയാം, വയനാട്ടിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് രാഹുൽ ഗാന്ധിയുടെ വരവ് കൊണ്ടാണ്. ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങിയത് ആനിരാജയുമാണ്. ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വളരെ മേൽക്കൈ വയനാട്ടിലുണ്ട് എന്ന സാഹചര്യത്തിലാണ് ഗണപതി വട്ടം എന്ന പേരുമാറ്റം അത്തരത്തിലുള്ള അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് സുരേന്ദ്രൻ ഈ രംഗത്ത് ഒരു വിവാദം ഉണ്ടാക്കുന്നത്. ആ വിവാദത്തെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ദേശീയ മാധ്യമത്തിനോടാണ് ആദ്യം തുറന്നു പറഞ്ഞതെന്നുള്ളതാണ്. അത്തരത്തിൽ ദേശീയ തലത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കി അതിന്റെ തുടർ ചർച്ചകൾ സംസ്ഥാനത്തും നടത്തുക എന്നത് തന്നെയായിരുന്നു BJPയുടെ ഒരു ലക്ഷ്യം. അത് ഏതാണ്ട് 2 ദിവസമായിട്ട് പൂർണ്ണമായും വിജയിച്ചു എന്ന തരത്തിൽ തന്നെ വേണം. കാരണം മാധ്യമങ്ങളിലെല്ലാം ഈ വിഷയം വലിയ ചർച്ചയായി. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി. ഇടത് വലത് മുന്നണികൾ ഒരുപോലെ ഇതിനെ എതിർത്തുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അതേപോലെ തന്നെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നു. അത്തരത്തിൽ ഈ ഒരു വിഷയം സജീവ ചർച്ചയിലേക്ക് കൊണ്ടുവരുവാനും ദേശീയ തലത്തിൽ അത് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ മാറ്റുവാനും BJPക്ക് കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അധികം വിമർശന വിധേയമാകുന്നത് ടിപ്പു സുൽത്താനാണ്. കാരണം ടിപ്പു സുൽത്താനെതിരെ BJP ഇതിനു മുൻപും നിശിതമായ വിമർശനം നടത്തിയിട്ടുണ്ട്. കർണാടകയിൽ അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്തിയിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെ കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിലൂടെ BJP ശ്രമിക്കുന്നത് അന്നത്തെ കാലത്ത് ടിപ്പു സുൽത്താൻ നടത്തിയെന്ന് BJP പറയുന്ന മതപരിവർത്തനവും ക്ഷേത്രധ്വംസനങ്ങളും അതുപോലെ തന്നെ പടയോട്ടങ്ങളും ഒക്കെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ആളുകളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനുമാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു
തരംഗമുണ്ടാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വികാരം അഴിച്ചുവിട്ട് വോട്ടുകൾ ധ്രുവീകരിക്കുവാനും അല്പസ്വല്പം വോട്ടുകൾ നേടുവാനുമാണ് BJP ശ്രമിക്കുന്നത് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അത്തരത്തിലുള്ളൊരു ശ്രമം തന്നെയാകാം ഒരുപക്ഷെ ഇവിടെ കേരളത്തിൽ വയനാട്ടിൽ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ ഈ ഒരു ചർച്ച കുറെ കൂടി സജീവമാക്കി നിലനിർത്താൻ BJPക്ക് സാധിക്കും. ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി അഭിപ്രായം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദേശീയ തലത്തിൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യിക്കാൻ BJPക്ക് സാധിക്കും. അങ്ങനെ ദേശീയ തലത്തിൽ ഈ ഒരു വിഷയം സജീവ ചർച്ചയാക്കി അതിന്റെ നേട്ടവും കോട്ടം സ്വാഭാവികമായിട്ടും കേരളത്തിൽ അതുകൊണ്ട് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് BJPക്ക് പ്രതീക്ഷയില്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ അത് ഒരു ചർച്ചയാക്കിയാൽ ഒരു പക്ഷേ നേട്ടമുണ്ടാക്കാം എന്നൊരു കണക്കുകൂട്ടലാണ് BJPക്കുള്ളത്. അതെന്താണെങ്കിലും ഈ 2 ദിവസം കൊണ്ട് സജീവ ചർച്ചയാക്കാൻ BJPക്ക് സാധിച്ചു. ഇനി അതിന്റെ വരും ദിവസങ്ങളിൽ പ്രതികരണമാണ് പ്രധാനപ്പെട്ടത്. കാരണം 15-ാം തീയതി രാഹുൽ ഗാന്ധി വരുന്നുണ്ട്. 2 ദിവസം അദ്ദേഹം വയനാട്ടിൽ തന്നെ ഉണ്ടാകും. രാഹുൽ ഗാന്ധി സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊന്നും പ്രതികരിക്കുന്ന ഒരു പതിവ് കഴിഞ്ഞ 5 വർഷവുമായിട്ടും അദ്ദേഹം വയനാട്ടിൽ ശീലിച്ചിട്ടില്ല അല്ലെങ്കിൽ തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ദേശീയ വിഷയങ്ങൾ മാത്രമായിരിക്കും ഒരുപക്ഷെ സംസാരിക്കുക, അല്ലെങ്കിൽ വയനാടിന്റെ വികസനം. അതിനപ്പുറത്തേക്ക് സുരേന്ദ്രൻ ഉയർത്തിവിട്ട ഈ ഒരു വിവാദത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്തുതന്നെയാണെങ്കിലും വിവാദം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാകുന്നത്. വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി വൈകാതെ ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അകലെയല്ല. കശ്മീരിലെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നതായും ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിലെ റാലിയിൽ മോദി പറഞ്ഞു. नए जम्मू कश्मीर की नई और शानदार तस्वीर बनाने के लिए जुट जाना है. वो समय दूर नहीं जब जम्मू कश्मीर में भी विधानसभा के चुनाव होंगे. जम्मू कश्मीर को वापस राज्य का दर्जा मिलेगा. आप अपने विधायक, अपने मंत्रियों से अपने सपने साझा कर सकेंगे. കാട്ടിൽ നിന്ന് ആന നാട്ടിലിറങ്ങി അത്ര പോലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നിട്ടില്ലെന്ന് കെ സുരേന്ദ്രൻ. NDA സ്ഥാനാർത്ഥിക്കെതിരെ വ്യാപകമായി കള്ളപ്രചാരണം നടക്കുകയാണ്. അനിൽ ആന്റണിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുന്നത് എന്തുകൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 5 കൊല്ലം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി. രാഹുൽ ഗാന്ധി എത്ര തവണ വയനാട്ടിൽ വന്നു? മഹാഭൂരിപക്ഷം നൽകി അധികാരത്തിൽ കയറ്റിയ ജയിപ്പിച്ചുവിട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര തവണ വന്നു? ആന കാട്ടുനിറങ്ങി വന്നതിന് അത്ര വന്നോ? പലതവണ മുന്നണി മാറിയ ആളാണ് കോട്ടയത്ത് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. സ്വതന്ത്രനായി മത്സരിക്കുന്നയാൾ UDFിൽ തന്നെ നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? പല നേതാക്കളും ജോസഫ് വിഭാഗത്തിൽ അസംതൃപ്തരാണെന്നും ജോസ് കെ മാണി ന്യൂസ് 8നോട് പറഞ്ഞു. ബന്ധപ്പെട്ട ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടുത്തെ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ വോട്ടർ പോലുമല്ല. മാത്രമല്ല സ്വതന്ത്ര ചിഹ്നത്തിലാണ് നിൽക്കുന്നത്. നിലപാടുകൾ എടുത്തു നോക്കിയാൽ നിലപാടുകൾ കഴിഞ്ഞ ഒരു 12 വർഷത്തിലെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കണം. ആ നിലപാടുകൾ മിനിമം 3-4 പ്രാവശ്യമെങ്കിലും മാറ്റിയിട്ടുണ്ട്. ആ നിലപാടുകൾ മുന്നണി മാറ്റത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലെ ഈ പല പാർട്ടികളിലുമായി മാറിയിട്ടുണ്ട്. 7 പ്രാവശ്യം നിന്നപ്പോഴും 7 പ്രാവശ്യവും വ്യത്യസ്തമായ ചിഹ്നത്തിലാണ് നിന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും അവരുടെ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത് എന്താണ് ഉറപ്പ് UDF നിൽക്കും ഈ സ്ഥാനാർത്ഥി എന്നുള്ളതാണ്.
കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പലിനെ പരിഹസിച്ച് മോൻ ജോസഫ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ സജി മഞ്ഞക്കടമ്പലിന് സീറ്റ് കൊടുക്കാമായിരുന്നു. സീറ്റ് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതിന്റെ പിണക്കമായിരിക്കാമെന്നും സജിക്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും മോൻ ജോസഫ് പറഞ്ഞു. സജിക്കായി പാർട്ടിയുടെ വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്നും മോൻസ് ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പൊ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പം ലോക്സഭാ സീറ്റ് ഞങ്ങളോടൊക്കെ ചോദിച്ചിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെയാണ് നമുക്ക് അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? PC തോമസ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള സീനിന്റെ പ്രധാന നേതാക്കൾ മത്സരരംഗത്ത് വരുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസും ഒക്കെ സീറ്റ് സംബന്ധിച്ച് ധാരണയാക്കി UDF ഒരു സീറ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പാർട്ടി ഏകകണ്ഠമായി തീരുമാനിച്ചു. എല്ലാ നേതാക്കളും ആയിട്ടും P. ജോസഫ് സാർ ആശയവിനിമയം നടത്തി. അങ്ങനെ ഏകകണ്ഠമായി ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അത് നിങ്ങൾക്കും അറിയാം. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിന് കുശുമ്പ് കൂത്തിയിട്ട് കാര്യമുണ്ട്. ആ കുശുമ്പ് എന്നുള്ളതല്ലാതെ ഒരു കാര്യം. ക്രൈസ്തവ സഭകൾ BJPയോട് അടുക്കുന്നുവെന്ന പ്രചാരണം തെറ്റാണെന്ന് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. ക്രൈസ്തവർ കേരളത്തിന് പുറത്ത് നേരിടുന്ന പീഡനങ്ങളെ സഭകൾക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതുകൊണ്ട് മണിപ്പൂരിന്റെ മുറിവ് ഉണക്കാനാവില്ലെന്നും ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. BJPയുമായി എങ്ങനെയാണ് സഭയ്ക്ക് ബന്ധപ്പെടാൻ കഴിയുക? കേരളം വിട്ടാൽ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരിക്കലും സഭ അംഗീകരിക്കുന്നില്ലല്ലോ. BJPയുടെ ഭാഗത്തുനിന്ന്, സംഘ് പരിവാറിന്റെ ഭാഗത്തുനിന്ന് ഒക്കെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം നമ്മുടെ മനസ്സിലില്ലേ. ഇവിടെ BJP ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഭാഗമാണോ എന്നുള്ളതല്ല. ആരാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര പൈതൃകത്തിന് വേണ്ടി നിൽക്കുന്നത്? അവരുടെ കൂടെയായിരിക്കും സഭ. സഭയെന്നല്ല, ജനങ്ങൾ അവരുടെ കൂടെയായിരിക്കും. ജനങ്ങളെ വിട്ട് സഭയ്ക്കൊരു നിലപാടുണ്ട് ഒരിക്കലുമില്ല. ജനമനസ്സറിയാനായി ന്യൂസ് 18ന്റെ വോട്ടോട്ടം. കൊല്ലം നീണ്ടകര ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളുമായി വോട്ടോട്ടം സംഘം സംവദിച്ചു. പ്രഖ്യാപനങ്ങളെല്ലാം വാക്കുകളിൽ ഒതുങ്ങുകയാണെന്നും ഇത്തവണ വോട്ട് ചെയ്യില്ല എന്ന നിലപാടിലുമാണ് തൊഴിലാളികൾ. ജനമനസ്സറിയാൻ വോട്ടോട്ടം എന്നുള്ളത് നീണ്ടകര ഹാർബറിലാണുള്ളത്. നീണ്ടകര ഹാർബർ രാവിലെ മുതൽ തന്നെ, വെളുപ്പിനെ മുതൽ തന്നെ വളരെ സജീവമാവുന്ന ഒരു ഇടം കൂടിയാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ നീണ്ടകര ഹാർബർ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് പല ജില്ലകളിലേക്കും ഒപ്പം തന്നെ കയറ്റുമതി അടക്കം മീനുകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് നീണ്ടകര ഹാർബർ. ഒരു മിനി പോർട്ട് എന്ന് പോലും അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നീണ്ടകര പ്രദേശം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ തേടുക, അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അവരുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ഇത്തവണ അവർ ആരെ പിന്തുണയ്ക്കും, അത് എന്തുകൊണ്ട് പിന്തുണയ്ക്കും, ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ അവർക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകൾ അത് ഏതെങ്കിലും തരത്തിൽ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു വോട്ടോട്ടം പരിപാടിയുമായി ബന്ധപ്പെട്ട ചോദിച്ചറിയാൻ പോകുന്നത്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ ഇനി ഇവിടേക്കൊക്കെ എത്തുമായിരിക്കും. എല്ലാ വർഷവും വരുന്നതാണല്ലോ. അപ്പൊ അവർക്ക് മുന്നിലേക്ക് പല കാര്യങ്ങളും ഇതിനു മുമ്പും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ പ്രാവശ്യവും വരുമ്പോഴും ഞങ്ങളുടേതായ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ഈ മത്സ്യമേഖലയിലോട്ട് ചെറുകിട വ്യവസായികളെ പറ്റി അന്വേഷിക്കുകയോ അവരുടെ കുറവെന്താണെന്ന് അന്വേഷിക്കുകയോ ഞങ്ങൾക്കൊരു മാന്യമായ പലിശയ്ക്ക് പൈസ തരിക അങ്ങനൊന്നുമില്ല. ഇപ്പൊ വീട്ടിൽ കിടക്കുന്ന സുഖമില്ലാത്ത കൊച്ചുങ്ങൾ വരെ എന്ന് വിരൽ പതിക്കണം എന്ന് പറയുന്നത്. ദൂരെ പോയെന്ന് പഠിക്കാൻ പോകുന്ന മക്കൾ വിരൽ പതിക്കണം എന്ന് പറയുന്നത്. ഞങ്ങൾ 3 ദിവസം പോയി വിരൽ പതിക്കാൻ പറഞ്ഞാൽ ഞങ്ങളുടെ വിരൽ പതിയുന്നില്ല. ഇതൊക്കെ നിർത്തലാക്കണം. വോട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് മണ്ണെണ്ണ സബ്സിഡി അടക്കമുള്ള കാര്യത്തിൽ ചില ഉറപ്പുകൾ നൽകാമെന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അടിസ്ഥാന വികസനവും അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഉറപ്പുകളൊക്കെ തന്നെ നേരത്തെ എല്ലാ മുൻകാലങ്ങളിൽ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പാലിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. കൃത്യമായ ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇടനിലക്കാരായിട്ടുള്ള ആളുകളുമായും ഇടത്തര ആളുകളുമായും ഒക്കെ തന്നെ ഒരു കൂടിയാലോചന നടത്തി ഒരു സ്ഥായിയായിട്ടുള്ള പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിലും ഇവിടെ എല്ലാ നേതാക്കളും എത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഇവർ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളൊരു ആരോപണം ഇവർ പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ എത്തി കൃത്യമായി ചർച്ച ചെയ്ത് ഒരു സ്ഥായിയായിട്ടുള്ള പരിഹാരം കാരണമെന്നുള്ള ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നു. 7 മാസം 8 മാസം പെൻഷൻ ഉണ്ട്. അത് കണ്ട് ജീവിക്കുന്ന നമ്മള് ഇതിനകത്തൊന്നും ഒരു ചുക്കുമില്ല. വന്ന് മെനക്കെടാന്നല്ല ഒന്നുമില്ല. വോട്ട് ചെയ്യത്തില്ല. എന്തായാലും അത്ര അവര് ചെയ്ത് അവരെ ഭാര്യയും മക്കളും നേടും. നമുക്കെന്തോണ്ട് അവര് വന്ന് ചോദിക്കുമ്പോൾ തൊഴുതുകൊണ്ടാ വരുന്നത്. കഴിയും മേളിൽ കയറുമ്പം പോക്ക അനുഭവിച്ചതാ മോനെ. അതുകൊണ്ട് പറയുക. അപ്പൊ ഇത്തവണ വരുമ്പോഴത്തേക്കും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് അവരെ അറിയിക്കൂ. പറയും. ഞങ്ങളുടെ തഴയൊന്നും പോത്തില്ല. ഞങ്ങൾക്കല്ലേ ഈ പെൻഷൻ കിട്ടണം. അല്ലെ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടണം. 7 Political Grand Finale, co-presented by
Berger Paints, 100 years of trust. Powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. കോതമംഗലത്തേക്ക് വീണ്ടും കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നു. ആനയെ മയക്കുവെടി വെക്കാൻ തീരുമാനമായിരിക്കുന്നു. MLAയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. വെച്ച് ഇപ്പോൾ കിണറ്റിൽ വീണിട്ടുള്ള ആനയെ ഈ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ചില സാങ്കേതികമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിമുട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യമായി വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന്റെ തുടർച്ചയിൽ സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ജനക്കൂട്ടം ഇവിടെ ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഈ വാർത്ത പുറംലോകം അറിഞ്ഞ നിമിഷം മുതൽ വലിയ തോതിലാണ് ആളുകൾ വലിയ ആശങ്കപ്പെട്ടുകൊണ്ടാണ് പ്രദേശത്തേക്ക് എത്തുന്നത്. അപ്പോൾ വനം വകുപ്പിന് ഈ അറ്റംപ്റ്റ് നടത്തണമെങ്കിൽ ഇവിടെ മറ്റ് ജനങ്ങൾക്ക് കാഷ്വാലിറ്റി അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത തരത്തിൽ ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ആളുകളുടെ ഒരു സഹകരണം വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കോട്ടപ്പടിയിൽ 1, 2, 3, 4 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചുകൊണ്ട് 24 മണിക്കൂറിലേക്ക് 144 പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ തുടർച്ചയിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും ആനയെ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും എത്തുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കിണറ്റിൽ ഇവിടെ ഒട്ടേറെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനടക്കം ഉപയോഗിക്കുന്ന കിണറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള നഷ്ടം ഇപ്പോൾ ഇവിടെ PWD എഞ്ചിനീയർമാരടക്കം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ആന കുളത്തിൽ നിന്നും കയറിയതിനു ശേഷം മാത്രമേ നമുക്കതിൻ്റെ ഒരു ഡാമേജിനെ സംബന്ധിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുള്ളൂ, എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കഴിയുള്ളൂ. അത് അടിയന്തരമായി തയ്യാറാക്കി കളക്ടർക്ക് സമർപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ അതിന്റെ നഷ്ടപരിഹാരം അടക്കം അതിന്റെ അനുമതി നൽകുമെന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഒടുവിൽ ജനങ്ങളുടെ ആവശ്യത്തിലേക്ക് തന്നെ അത് അംഗീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ കടക്കുക, അങ്ങനെ പ്രശ്നത്തിന് വളരെ പെട്ടെന്ന് ഒരു പരിഹാരത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ. മയക്കുവെടി വെക്കണമെങ്കിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാങ്കേതികമായി എടുക്കുന്ന കാലതാമസം, ഇതെല്ലാം ഒരു വശത്തുണ്ട്. എങ്കിലും ഇതല്ലാതെ മറ്റൊരു മാർഗത്തിലേക്ക് ഇനി കടക്കാനൊട്ട് കഴിയുകയുമില്ല. ഏത് തരത്തിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ? അപർണ സൂചിപ്പിച്ചതുപോലെ മയക്കുവെടി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പും പോലീസും RTOയും ഒക്കെ എത്തിയിരിക്കുന്നത്. MLA അതിനുള്ള മിനിറ്റ്സ് വായിച്ചു. ഇന്ന് ഇപ്പൊ ചൂട് കൂടുതലായിരുന്ന ആനയുടെ ശരീരത്തിൽ ചൂട് കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മയക്കുവെടി വെച്ചാൽ ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് വൈകുന്നേരത്തോടെ ഇത് ടെമ്പറേച്ചർ വേരിയേഷൻ നോക്കിയ ശേഷം മാത്രമേ അതിന് ചെയ്യാൻ കഴിയുള്ളൂ. അതിനു മുൻപേ ഈ 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് ജനങ്ങളെ മാറ്റുക, ഈ പ്രദേശത്തേക്ക് ജനങ്ങളെ അടുപ്പിക്കാതിരിക്കുക, പ്രത്യേകിച്ചും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അങ്ങനത്തെ ഒരു നടപടിയിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ പ്രകോപിതരായ ആളുകളെ RDO സമവായത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കാരണം ആളുകൾ ഇത് മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം, ഇവിടെ നിരന്തരം വന്യമൃഗങ്ങൾ നിരന്തരം കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്നു, നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നിരന്തരം ഈ കൃഷിനാശങ്ങൾ ഉണ്ടാക്കുന്നു, ഇവിടെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഇതിനൊന്നും പരിഹാരം കാണാതെ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇപ്പോഴെങ്കിലും പ്രതിഷേധിച്ചില്ലെങ്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം വോട്ട് ചോദിക്കാൻ വരുന്ന സാഹചര്യമാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും സമീപനമാണ് ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളോടെ ജനങ്ങൾ അങ്ങേയറ്റം പ്രകോപിതരായിരിക്കുന്ന സാഹചര്യമാണ്. ഇത് MLA ഇവിടെ കോതമംഗലം MLA ഉണ്ട്, സ്ഥലത്ത് എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, ഈ RDO ഉണ്ട്, സ്ഥലത്ത് RDO ഉണ്ട്. ഈ സാഹചര്യത്തിലൊക്കെയും അവർ അതിൽ നിന്നും സംയമനം പാലിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തന്നെ വേണം. ഇത് മാത്രമല്ല, ഈ ഒരു പ്രശ്നം ഒരു ആന വീണു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ആനകൾ കൂട്ടമായി ഇറങ്ങുന്നു, അല്ലെങ്കിൽ വന്യജീവികൾ കൂട്ടമായി കോതമംഗലം കോട്ടപ്പടിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. ആനയെ പുറത്തെത്തിക്കാൻ മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കാനുള്ള തീരുമാനം ആയിരിക്കുന്നു. മറ്റു വാർത്തകൾ കൂടി നോക്കാം. മാസപ്പടി കേസിൽ 19-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയും. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജിയിലാണ് വിധി. കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധി അനുകൂലമായതോടെ കൺസ്യൂമർ ഫെഡിന്റെ വിഷുച്ചന്തകൾ തുടങ്ങി. 13 അവശ്യ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത്. ഇതിനു പുറമെ സംസ്ഥാനത്തെ 172 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും വിൽപ്പനയുണ്ടാകും. ഈ മാസം 18-ാം തീയതി വരെയാണ് ചന്ത പ്രവർത്തിക്കുക.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വങ്ങൾ മാറിയാണ് ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് വിഷു ചന്തകളുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വലിയ നിര തന്നെ ആളുകളുടെ ഈ സാമഗ്രികൾ വാങ്ങുന്നതിനായി എത്തിയിരിക്കുന്നു. വിഷുവിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആളുകൾ ഈ അവസാന നിമിഷമുള്ള ഈ ചന്ത തുടങ്ങിയതിന് ശേഷം സാധനങ്ങൾ വാങ്ങാൻ എത്തിച്ചിരിക്കുന്നു. 13 ഇനം സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഈ ചന്തയിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ, വിഷു ചന്തകൾക്കൊപ്പം 172 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും ആ സാധനങ്ങൾ ലഭ്യമാകും. നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഇത്തവണത്തെ ഈ ചന്തകളുടെ ക്രമീകരണം, വിലയൊക്കെ ഏത് തരത്തിലാണ്? ചന്ത ഇന്നലെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ നേരത്തെ റംസാൻ ഇത് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 13 ഇനം ഐറ്റങ്ങളാണ് ഈ ചന്തയിലൂടെ വിപണനം നടത്തുന്നത്. പൊതുമാർക്കറ്റിനെക്കാട്ടും വലിയ റേറ്റിലുള്ള വ്യത്യാസം ഇവിടെ ഉണ്ട്. ഞാൻ വായിക്കാം. അരി കിലോന് ജയ അരി 29 രൂപയാണ്, പൊതുമാർക്കറ്റിൽ 49 രൂപയുള്ളതാണ്. കുറുവ അരി കിലോന് 30 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത്, പൊതുമാർക്കറ്റിൽ 47 രൂപയുണ്ട്. അതിൽ കുത്തരി 30 രൂപയാണ്, അതും 40-ലധികം പൊതുമാർക്കറ്റിലുണ്ട്. പച്ചരി കിലോ 26 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പഞ്ചസാര കിലോ 27 രൂപയ്ക്ക്, ചെറുപയർ 92 രൂപയ്ക്കാണ്, വൻകടല 69 രൂപ, ഉഴുന്ന് പരിപ്പ് 95 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വൻപയർ 75 രൂപ, തൂരപ്പരിപ്പ് 111 രൂപ, മുളക് 82 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മല്ലി 39, വെളിച്ചെണ്ണ 110 രൂപയ്ക്കാണ്. പൊതുമാർക്കറ്റിൽ 1 ലിറ്ററിന് 260 രൂപ വരെ ഉണ്ട്. നല്ല വിലക്കുറവാണ് സാധനങ്ങൾക്ക് വരുന്നത്. ഒരു ദിവസം 125 പേർക്കാണ് റേഷൻ കാർഡ് വെച്ചിട്ട് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. കൊടും വേനലിന് ആശ്വാസമായി തലസ്ഥാനത്ത് ശക്തമായ വേനൽ മഴ തുടരുമെന്നും ശക്തമായ ഇടിമിന്നലും കാറ്റും ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. അരമണിക്കൂറോളം മഴ പെയ്തപ്പോൾ തന്നെ തമ്പാനൂർ ഉൾപ്പെടെയുള്ള പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനങ്ങളെ ദുരിതത്തിലാക്കി. കൊടും ചൂടിന് അല്പം ആശ്വാസമായി തലസ്ഥാന നഗരത്തിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. നേരത്തെ അതിശക്തമായ മഴയായിരുന്നു, ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. ഇന്നലെ രാത്രിയും തലസ്ഥാനത്ത് പലയിടത്തും ഇന്നലെ വൈകുന്നേരം മുതൽ നേരിയ തോതിൽ മഴ ലഭിച്ചു. ഇന്ന് ഏകദേശം അരമണിക്കൂറിലേറെ അതിശക്തമായ മഴയായിരുന്നു തലസ്ഥാനത്തുള്ളത്. ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അടുത്ത അരമണിക്കൂർ കൂടി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുമുണ്ട്. ഏതായാലും തലസ്ഥാന നഗരത്തിൽ പതിവ് കാഴ്ചകൾ തന്നെയാണ്. ഒരു മഴ പെയ്യുമ്പോൾ, ഇപ്പോഴും ഈ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടായി. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ചെങ്കൽച്ചുള ജാതനഗർ കോളനിയുടെ പ്രദേശത്താണ്. അവിടെ ഈ നമുക്ക് ദൃശ്യങ്ങളിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ മഴയിൽ തന്നെ വെള്ളം എല്ലായിടത്തും വീടുകളിലേക്കടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. ഏതായാലും മഴ അരമണിക്കൂർ കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഈ വെള്ളക്കെട്ട് ദുരിതം തന്നെയെങ്കിലും നാട്ടുകാർക്ക്, ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറുകയാണ് ഈ മഴ. കാരണം അതിശക്തമായ വേനലായിരുന്നു. വളരെ യെല്ലോ അലർട്ട്, എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകുന്ന സാഹചര്യം, വയനാടും ഇടുക്കി ജില്ലകളൊഴികെ യെല്ലോ അലർട്ട് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു മഴ പെയ്തത്. അതൊരർത്ഥത്തിൽ വലിയ ആശ്വാസമായി തന്നെ മാറുകയാണ്. ഈ വെള്ളക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ അത് തലസ്ഥാന നഗരത്തിൻ്റെ ഒരു ശാപമാണ്. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്നത്. അത് മാറ്റിവെച്ചാൽ ഈ മഴ അക്ഷരാർത്ഥത്തിൽ വേനലിലെ ഒരു മഴ ഒരു കുളിർമഴയായി മാറുന്നു എന്ന് തന്നെ പറയാം. ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒളിവിലുള്ള മുഖ്യ ആസൂത്രകൻ ഉൾപ്പെടെ 2 പ്രതികൾ കൂടി പിടിയിലായി. പശ്ചിമ ബംഗാളിൽ ഒളിത്താവളത്തിൽ നിന്നാണ് ഇരുവരെയും ഇന്ന് രാവിലെ NIA പിടികൂടിയത്. അബ്ദുൾ മദീൻ താഹ, മുസാഫിർ ഹുസൈൻ ഷാഹിബ് എന്നിവരാണ് കൊൽക്കത്തയിൽ NIAയുടെ പിടിയിലായത്. അബ്ദുൾ മദീൻ താഹയാണ് കേസിലെ മുഖ്യ ആസൂത്രകനെന്നും രാമേശ്വരം കഫേയിൽ IED വെച്ചയാളാണ് മുസാഫിർ ഹുസൈൻ എന്നും NIA വിശദീകരിച്ചു. കൊച്ചി നഗരത്തിൽ വീണ്ടും ബൈക്ക് മോഷണ സംഘങ്ങൾ സജീവം. അതിവിദഗ്ധമായി സ്കൂട്ടർ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ന്യൂസ് 18 ക്യാമറമാൻ ശ്യാംലാലിന്റെ സ്കൂട്ടർ രാവിലെ 8 മണിക്കാണ് മോഷണം പോയത്. കലൂരിലെ SBI ATMന് മുന്നിൽ നിന്നാണ് സ്കൂട്ടർ മോഷ്ടിച്ചത്. എട്ട് ദിവസമായി ശുദ്ധജലം കിട്ടാത്തതിനെ തുടർന്ന് റോഡ് ഉപരോധിച്ച് തിരുവനന്തപുരം കരമന കുഞ്ചാലമൂട് സ്വദേശികൾ. പ്രതിഷേധത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. രാത്രി 10 മണിയോടെ ശുദ്ധജലം എത്തിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്.
കനത്ത വേനലായതോടെ പലയിടത്തും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. ഇപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരം കരമന കുഞ്ചാലുമൂട്ടിലാണ്. ഇവിടെ നാട്ടുകാർ റോഡ് ഉപരോധ സമരവുമായി എത്തിയിരിക്കുന്നു. ഒരുപാട് നാളായിട്ട് ഈ കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? ഇവിടെ കുടിവെള്ളം നല്ല രീതിയിൽ ലഭ്യമായി കൊണ്ടിരുന്നതാണ്. മേലാർന്നൂർ പ്രദേശത്ത് പുതിയ ലൈൻ സ്ഥാപിച്ചു. എന്നാൽ ഇപ്പോൾ 8 ദിവസമായി കുടിവെള്ളം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഈ പറയുന്ന കുഞ്ചാലുമൂടിന്റെ ഒരു ഭാഗവും മേലാർന്നൂർ പ്രദേശത്ത് ഏകദേശം 300ഓളം വരുന്ന വീടുകളിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമാണ്. കോർപ്പറേഷന്റെ പൈപ്പ് ലൈനാണ്? അല്ല, വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനാണ്. അപ്പോൾ ആ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ അവർ നന്നാക്കി ശരിയാക്കി വാൽവുകൾ ശരിയാക്കി എത്രയും പെട്ടെന്ന് കുടിവെള്ളം നൽകാമെന്ന ധാരണയിൽ സർവകക്ഷി പ്രതിനിധികളോടും ഇവിടെയുള്ള ജമാഅത്തിന്റെ ഭാരവാഹികളും എല്ലാവരുമായി സംസാരിച്ചതാണ്. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം നാളിതുവരെ അതിനുള്ള നടപടി നടന്നില്ല. ഇന്നലെ ഇക്കാര്യത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുകയും അതിന്റെ ഒരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 10 മണിക്ക് മുന്നിൽ ഈ കുടിവെള്ളം പുനഃസ്ഥാപിക്കാമെന്നുള്ള ധാരണ എത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഏകദേശം കിള്ളിപ്പാലത്തിനടുത്തുള്ള ഒരു വാൽവിൽ പൊട്ടലുണ്ട്, അത് ഇവിടെ എയർ കയറിയിരിക്കുകയാണ്, അതുകൊണ്ട് നടക്കുന്നില്ല. 8 ദിവസമായി. മാധ്യമപ്രവർത്തകൻ ബിമൽ റോയ് അന്തരിച്ചു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 52 വയസ്സായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിൽ ചെന്നൈയിലും തിരുവനന്തപുരത്തുമായി പ്രവർത്തിച്ചു. ഭാര്യ വീണ, മകൾ ലക്ഷ്മി റോയ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6720 രൂപ, പവന് 53,760. 18 ക്യാരറ്റ് ഗ്രാമിന് 5620, പവന് 44,960 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോയ്ക്ക് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. നമസ്കാരം.